ഇന്ന് നമ്മൾ ചെറുനാരങ്ങയിൽ എയർ ലെയർ ചെയ്ത് വെട്ടിയെടുക്കാൻ പോകും. അപ്പോൾ അതിൽ ചിലതൊക്കെ വേര് വന്നിട്ടുണ്ട്, ചിലത് നല്ലോണം വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ, ഒരു മാസം ആയിട്ടില്ല എയർ ലെയർ ചെയ്തിട്ട്. പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട്. കാരണം അത് ഈർപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വേര് പിടിക്കാൻ കാരണം. അപ്പോൾ ഇത് നല്ല ഇനം ചെറുനാരങ്ങയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കമ്പ് കൊടുന്ന് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പോൾ അതാണ് നമ്മൾ എയർ ലെയർ ചെയ്തിട്ട് തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് 2-3 ആയിട്ട് നമ്മൾ വെട്ടിയെടുത്ത് കവറിൽ വെക്കുന്നുണ്ട് വേര് പിടിക്കാൻ. നല്ല നിറയെ കായ്ക്കുന്ന ചെറുനാരങ്ങയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ 2 തൈയാണുള്ളത്. അപ്പോൾ അതിൽ 2 ഒരു 8 എയർ ലെയറിങ് ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചിലത് നല്ല വേര് പിടിച്ചതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ വേണ്ടുന്നുള്ളത്. ഇതുകൊണ്ട് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സ്കാൻ ചെയ്യുന്ന പോലെ അതിൽ കാണാം. ഇനി വെട്ടിയെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ കാണാം. നമ്മളൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ ചെറുനാരങ്ങയോട് കൂടിയുള്ള തൈകൾ വാങ്ങാറുണ്ട്. എന്നാൽ അതിവിടെ കൊടുന്ന് നമ്മൾ വെച്ചാൽ ഒരിക്കലും റെഡിയായി വരാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്നൊക്കെ നല്ല തൈകൾ നോക്കി വാങ്ങാം. ചെറുനാരങ്ങയോട് കൂടിയുള്ള തൈകൾ കഴിയുന്നതും വാങ്ങാതിരിക്കുക. കാരണം ഇത് ചെറുനാരങ്ങയോട് കൂടിയിട്ട് ലെയർ ചെയ്യുന്നതും ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. പിന്നീട് അത് അതേപോലെ ഇങ്ങനെ നിന്ന് കാണാറാണ് പലപ്പോഴും നമ്മൾ വാങ്ങിയിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന പേരയ്ക്ക പോലെ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ തളിരോട് കൂടിയിട്ട് പൂവിട്ട് കായ്ക്കുന്ന ഒന്നല്ല. ചെറുനാരങ്ങയ്ക്ക് പ്രൂണിങ് ഒന്നും പോസിബിൾ അല്ല. ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ളിൻ്റെ ആ ഭാഗത്തിൽ നിന്നാണ് പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തളിരിൽ നിന്നല്ല. മാവിനെ പോലെ പേരയ്ക്ക പോലെ തളിരിൽ നിന്നല്ല അതിൻ്റെ പൂക്കളൊന്നും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൂണിങ്ങിലൂടെ ഒന്നും ചെറുനാരങ്ങ പൂക്കളുണ്ടാവുകയില്ല. അപ്പോൾ ആ കാരണത്താൽ തന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ച് ഉടനെയൊന്നും അത് പൂവിട്ട് കായ പിടിക്കില്ല. അത് അതിൻ്റേതായിട്ടുള്ളൊരു വളർച്ചയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ വളർന്ന് ഒരു ചെറുനാരങ്ങൻ്റെ മരത്തിൻ്റെ രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ കായ പിടിക്കാനുള്ള രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ അത് പൂക്കളും കായൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ നോക്കിയിട്ട് വാങ്ങുക. ചെറിയ തൈയാണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തതോ എയർ ലെയർ ചെയ്തതോ ആയിട്ടുള്ള നല്ല തൈകൾ നോക്കിയിട്ട് വാങ്ങുക. അല്ലാതെ നമ്മൾ ചെറുനാരങ്ങയുള്ള തൈകൾ നോക്കി വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. ഇനി എന്താ അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് ആണ് നമ്മളിവിടെ 2 തൈകൾ കാണിച്ചത്. അത് ചെറുനാരങ്ങ നല്ല രീതിയിൽ വളർന്ന് വലിയ മരം ആയതിൻ്റെ ശേഷമാണ് അത് പൂക്കളിട്ടത്. അല്ലാതെ അത് ഗ്രാഫ്റ്റ് ചെയ്ത ഉടനെ അത് പൂക്കളോ കായ്കളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതിവിടെ പറയാൻ കാരണം. അപ്പോൾ ഇനി ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് പോലുള്ള നല്ല മണ്ണെടുത്ത് വേര് പിടിക്കാൻ പറ്റിയ ഒരു ചെറിയ കവറൊക്കെ എടുത്ത് അതിൽ ഈ മണ്ണ് നിറച്ച് ഇത് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മളിതിന് അനുയോജ്യമായ ചെറിയ കവറെടുത്ത് നമ്മളെ കമ്പോസ്റ്റ് മണ്ണും കൂടി കലർന്ന ആ സോഫ്റ്റ് മണ്ണാണ് നമ്മൾ എടുക്കുന്നത്. അതെടുത്താണ് നമ്മളിതിൽ നട്ടു പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ പറയുന്ന പോലെ തന്നെ വളപ്രയോഗമൊന്നുമില്ല. ഇത് വേര് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മണ്ണാണ് വേണ്ടത്. അതിൽ തന്നെ കുറച്ചൊക്കെ വളക്കൂറുണ്ടാവും. അങ്ങനെ വിദേശ ഇനം ചെറുനാരങ്ങ നല്ല ഐറ്റം ചെറുനാരങ്ങയാണ് നമ്മൾ 2 ലെയറിലെയും നമുക്ക് ലഭിച്ചു. അപ്പോൾ വേനൽക്കാലത്തെ ഈർപ്പം നിലനിർത്താനുള്ളത് പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വർഷക്കാലത്തേക്കാൾ എത്രയും പെട്ടെന്നാണ് വേനൽക്കാലത്ത് വേര് പിടിക്കുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വേനൽക്കാലത്ത് എത്രയും പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. കാരണം അതിൻ്റെ ഈർപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ട വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് വേര് പിടിച്ച് നമുക്ക് വെട്ടിവെക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത്. നല്ല ഇനം വിദേശ ചെറുനാരങ്ങൻ്റെ തൈയാണ്. അപ്പോൾ ഇനിയും വെക്കാനുണ്ട്. അപ്പോൾ വേര് കൂടുതലായിട്ട് വന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ വേര് പൊട്ടി വരുന്നുള്ളൂ. അപ്പോൾ വേര് പൊട്ടിയൊന്ന് ഇറങ്ങട്ടെ, അതിൻ്റെ ശേഷം വെട്ടി വെക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല.
ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.